ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെ എന്നുള്ളത് കിച്ചു ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവിന് 3 ദിവസമായിട്ട് നമ്മോട് പിണക്കം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചു വീട്ടിലേക്കൊന്നും കയറി വന്നില്ല, ഒന്നും ചെയ്യണില്ല കിച്ചു. അപ്പം എന്തിനാ പിണങ്ങിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവിനോട് ഞങ്ങൾ ഒരു തല്ല് വെച്ച് കൊടുത്തു. അതിനാണ് കേട്ടോ സംഭവം. വെച്ച് കഴിഞ്ഞാൽ ഇവൾക്കൊരു അനിയത്തി ഉണ്ട്, കുഞ്ഞിന്നാണ് പേര്. അപ്പോൾ അവളെ 3-4 ദിവസമായിട്ട് കടിക്കാൻ തുടങ്ങി ഇവള്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവൾക്ക് കടി വെച്ച് കൊടുത്തത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് നമ്മൾ കിച്ചുവിനെ സോപ്പൊക്കെ ഇട്ട് കിച്ചുവിനെ ഒന്ന് ഇണക്കി എടുക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. വേണ്ടേ? വേണോ? ഇതിലൊന്നും ഉറപ്പിക്കേ. എന്നാൽ അത് ഫുള്ള് എടുത്തു നിനക്ക്. കിച്ചു നീ ഇവിടെ ഒറ്റയ്ക്ക് തന്നെ പട്ടുമൊക്കെ വരും കേട്ടോ. അപ്പുറത്ത് പട്ടുണ്ടി നിൻ്റെ ഇവിടെ കീറ് കിട്ടിയിട്ട് ഞങ്ങളടുത്ത് വന്നേക്കല്. ഗൈസ്, നമ്മളിപ്പോൾ കിച്ചുവിൻ്റെ പിണക്കം മാറ്റിയിരിക്കുന്നു. കിച്ചു ഇവിടെ ബിസ്ക്കറ്റ് തിന്നപ്പോൾ ഒരാൾ അവിടെ വന്നേക്കാണ്. ഇവനിട്ട് കൊടുക്കാറുണ്ടോ ഇടയ്ക്ക് കടി, എന്നാലും അവൻ പുറകെ കിടക്കും. അവളുടെ ചോദിച്ച് വാങ്ങിക്കുക അടി. കണ്ടു ഗൈസ്. ഇവരിപ്പോൾ അകത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ പിന്നെ ഇവിടേക്ക് വന്നേക്കണ. അയ്യോ, വീട്ടിലൊന്നും കൊച്ചിനൊന്നും കിട്ടണം തോന്നുന്നുണ്ട്. അവൾ കഴിച്ചതിൻ്റെ ബാക്കി വന്ന് കഴിക്കാൻ വന്നേക്കും ഒരുത്തൻ. കിച്ചുവിന് എന്താണ് പറയാനുള്ളത്? കിച്ചു ഒന്ന് ചിരിച്ചേ. കിച്ചു, നീയാണോ കിച്ചു? ആണോ? അവൻ്റെ പേര് വിളിച്ചാൽ ഞാൻ വിളിയേക്കില്ല കേട്ടോ. അവൻ്റെ പേര് വിളിച്ചാൽ വിളിയേക്കും. അങ്ങനെ ഒരുത്തൻ. എങ്ങോട്ടാ? ചൂടിരിപ്പുണ്ട്. ബാ കിച്ചു. കിച്ചു എന്തിനാ പിണങ്ങിയേ? അടി കിട്ടിയണ്ടാണോ? അടി തന്നോണ്ടാണോ കിച്ചു? ആണോ? കുഞ്ഞ് അങ്ങനെ അനുസരണക്കേട് കാണിച്ചിട്ടില്ല അടിച്ചത് അല്ലേ? അപ്പോൾ സോയ അറിയാം. നല്ല കുട്ടിയാവണം കേട്ടോ, നല്ല കുട്ടിയാവണേ. ഭയങ്കര സ്നേഹമാണ് എൻ്റെ കിച്ചുകുട്ടിക്ക്. അതുപോലെ തന്നെ പാവവുമാണ്, അതുപോലെ തന്നെ ഭയങ്കര കുശുംബിയാണ്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് എൻ്റെ കിച്ചുകുട്ടി അല്ലേ? എന്നാലും എനിക്ക് വിഷമമായിട്ടാ. 3-4 ദിവസം മിണ്ടിയില്ലല്ലോ എന്നോട്. മിണ്ടിയില്ലല്ലോ. എന്ത് പറഞ്ഞാലും പിന്നെ ഉത്തരവുണ്ട്. എന്നാ പാപ്പം എന്നാ ബാ, ഇങ്ങോട്ട് മേലേക്ക് വാ. ഇങ്ങോട്ട് കയറി വാ, നിന്റെ സ്ഥലത്തേക്ക് വാ. വഴക്കാളി നിൽക്കുന്നത് കണ്ടു. ഇതാണ് അവളുടെ അമ്മ കേട്ടോ. അവളുടെ അമ്മ പറ്റല് ലാസ്റ്റത്തെ കുഞ്ഞുങ്ങളാണ് അത്. അവള് കഴിച്ചോണ്ട് നിന്നപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അതിനു വേണ്ടി അടി ഉണ്ടാക്കാൻ വേണ്ടി പോയി നിൽക്കുന്ന കണ്ടോ എന്തുപോലെ. മിന്നു കണ്ടോ, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ കടിക്കാൻ വേണ്ടിയാണ്. ഇവള് അവളെ കടിക്കും. ഇവളുടെ അനിയത്തിയില്ലേ, അനിയത്തിനെയും കടിക്കും. ഗൈസ്, ഫുഡടിയിൽ കഴിഞ്ഞ് കിച്ചു കടപ്പായിട്ട്. ഗൈസ്, കിച്ചു ഹാപ്പി ആയോ? ഹാപ്പി ആയോ കിച്ചു? കിച്ചുകുട്ടി പാവാട്ടോ ഗായ്സ്. നമ്മുടെ വീട്ടിലെ ഏറ്റവും പാവം കിച്ചുവാണ്. അതുപോലെ തന്നെ ഏറ്റവും സ്നേഹം കിച്ചുവിനാണ്. പക്ഷേ കുശുമ്പിച്ചിട്ടുള്ളൂ. പക്ഷെ അതിന് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഓക്കെയാണ് കിച്ചു. ഭയങ്കര പാവാട്ടോ. സ്നേഹമുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിച്ചു റിപ്ലൈ ഒക്കെ തരുകയൊക്കെ ചെയ്യും. കിച്ചു ഇപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പുള്ളിക്കാരി ആ ഒരു ഇതിൻ്റെ ഇരിപ്പിലാണ്, തിരിച്ചൊന്നും പറയാത്തത്. കിച്ചു അങ്ങനെ തമ്പിൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ. കിച്ചു ഇങ്ങോട്ട് നോക്ക്, ചിരിച്ചേ. ചിരിക്കാൻ പറഞ്ഞ പൊടി വേണ്ട.
നല്ല കാറ്റുണ്ടല്ലേ. ചിലപ്പോൾ വോയിസ് ഒന്നും ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല, മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പം ക്ഷമിക്കുക. കിച്ച് കിച്ച് താത്ത പറഞ്ഞേ. അപ്പോൾ താങ്ക് യു പറഞ്ഞ എല്ലാവരോടും വീഡിയോ കണ്ടതിന്. പറ താങ്ക് യു. പറ 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 താങ്ക് യു പറ. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞേ. പറ കിച്ചു പറ. അപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. വാ, ക്യാമറയുടെ ഫ്രണ്ടിൽ വാ, കുറച്ച് ഇറങ്ങിക്ക്. അപ്പോൾ ബായ് പറഞ്ഞേ. ബായ് പറഞ്ഞേ. ബായ് പറ.